ഈ ഒരു ഓടിന്റെ മേലെ വണ്ടി ഇങ്ങനെ കയറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഇത്രയും വെയിറ്റ് ഇത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഈ കർവ് ചെയ്തിട്ടുള്ള ഓടാണ്. ഈ ഓടിന്റെ ക്ലേ പ്യൂർ വൈറ്റ് ക്ലേ ആകുമ്പോൾ അതെ ചൂട് കുറയും. നമ്മൾ മെയിൻ ആയിട്ട് ഓട് ഇടുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ചൂട് കുറയാന്നുള്ള ഒരു സംഗതി മെയിൻ ആണ്. 54 മുതൽ നമുക്ക് ഓട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? സാധാരണ എല്ലാ വീടിന്റെ എഡ്ജില് വെള്ളം ഇങ്ങനെ ഉറ്റിയിട്ടുള്ള പാട് കാണാം. അതില്ല. പിന്നെ വർക്ക് വളരെ പ്രൊഫഷണൽ ആയിരുന്നു. നമുക്ക് ലാസ്റ്റിലേക്ക് വീട് പണി തീരുന്ന സമയത്ത് പെട്ടെന്ന് തീർക്കേണ്ട റിക്വയർമെന്റ് കൂടി ഉണ്ട്. അതൊക്കെ അവർ വളരെ പ്രൊഫഷണൽ ആയിട്ട് അവരുടെ ടീം വന്ന് വാഷ് ചെയ്ത് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയിലാണ് ചെയ്തത്. പഴയ ഒരു രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു പുതിയ ട്രെൻഡിലേക്ക് വന്നതാണ് ഫ്ലാറ്റോഡ്. അതാണ് ഈ കാണുന്നത്. പിക്കാഡോയിലൊക്കെ വരുന്നത് പിന്നെ നല്ല ലോക്കിംഗ് ലോക്കിംഗിൽ പിന്നെ ഇന്റർലോക്ക് ആയിട്ട് കയറി നിൽക്കും. നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ലേ ചെയ്ത് തരും. നിങ്ങൾക്ക് 80 രൂപക്കും സ്റ്റോൺ കോട്ടൺ ചെയ്ത് തരും. കൊടുക്കാൻ പറ്റും. സൗണ്ട് ഇല്ലേ? സാധാരണ ഷീറ്റിനേക്കാൾ സൗണ്ട് മാറ്റം ഉണ്ടാവും, കുറയും. അതുപോലെ സ്ട്രോങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് സ്ട്രെങ്ത് ബീം നമ്മൾ 14 ബീം കൊടുത്തിട്ടുണ്ട് സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട്. ഫ്ലാറ്റോട് വിരിച്ചു കഴിഞ്ഞാൽ ഒരു സിംഗിൾസ് വിരിച്ച മാതിരിയുള്ള ഒരു ഫീൽ കിട്ടും. ഒരു ഓട് വിരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഫീറ്റ് ആഫ്റ്റർ ലേയിങ് ഒരു സ്ക്വയർ ഫീറ്റ്. ഈ കോട്ടിംഗ് ആണ് പോളി വിനലൈറ്റ് ഫ്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോട്ടിംഗ് PVDF. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ്. അതെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ്. ഓടിന്റെ റേറ്റ് പറയുമ്പോൾ പെർ പീസുകളാണ് റേറ്റ് പറയുന്നത്. പെർ പീസിലാണ് പറയാറ്. ഹായ് ഫ്രണ്ട്സ്, വീടുകളിൽ ഓടുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ക്വാളിറ്റിയുള്ള ഓടുകൾ ഉണ്ടോ, ചെറിയ വിലക്കുണ്ടോ എന്നൊക്കെ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളിതാ ക്വാളിറ്റി തെളിയിക്കാനും പുതിയ പ്രോഡക്റ്റ് ചെറിയ വിലയിൽ കിട്ടുമെന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നുണ്ടോ. ഈ കാണുന്ന പിക്കാഡോ എന്നുള്ള ബ്രാൻഡിന്റെ ഓടാണ്. ആദ്യം തന്നെ അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് നമ്മൾ ചെയ്യാം. അതാ പിക്കാഡോയുടെ ഒരു പ്രൊഡക്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. വണ്ടി കയറ്റിയിട്ട് അത് നോക്കുകയാണ് നമ്മളിതാ. ഈ ഓടിൽ നമ്മൾ കയറ്റിയാണ് നേരെ അങ്ങനെ നിർത്തി നിൽക്കട്ടെ അവിടെ. ഈ ഒരു ഓടിന്റെ മേലെ വണ്ടി ഇങ്ങനെ കയറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഇത്രയും വെയിറ്റ് ഇത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഈ കർവ് ചെയ്തിട്ടുള്ള ഓടാണ്. ഈ കർവിനാണ് നമുക്കറിയാം, ഈ കാണുന്ന കർവിനപ്പുറം ഇത്രയും റിബും കൂടെ വന്നപ്പോൾ ഈ ഒരു ഓട് സ്ട്രോങ് ആയി. അതാണ് നമ്മൾ ഇവിടെ കയറ്റി കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ അതിന്റെ ഉറപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ പരിചയപ്പെടുത്തുന്ന ഓട് എങ്ങനെയുണ്ട് എന്നുള്ളത്. അതാണ് പറഞ്ഞത്. ഞങ്ങളെ സ്ഥാപനത്തിൽ വന്നതെന്ന് വെച്ചാല് ഓട് സ്ട്രോങ് ഉണ്ടോ എന്ന് വണ്ടി കയറ്റി നോക്കാന്നാണ്. ഇത് പൊതുവെ എല്ലാരും ഇതിന്റെ ഒരു സ്ട്രോങ് ചെക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ വണ്ടി കയറ്റുന്ന പരിപാടി. അതെ, നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ഓടിന്റെ ക്വാളിറ്റി ശരിക്കും മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടി കയറ്റി നോക്കലല്ല. അതെ. അപ്പൊ ഓടിന്റെ മെയിൻ ആയിട്ട് ഓടിന്റെ ക്ലേ പ്യൂർ വൈറ്റ് ക്ലേ ആകുമ്പോൾ അതെ ചൂട് കുറയും. നമ്മൾ മെയിൻ ആയിട്ട് ഓട് ഇടുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ചൂട് കുറയാന്നുള്ള ഒരു സംഗതി മെയിൻ ആണ്. അപ്പൊ അതിന്റെ ബാക്കിലെ വൈറ്റ് ക്ലേ നോക്കുക. നിങ്ങൾ പറഞ്ഞ മാതിരി സ്ട്രെങ്ത് നമ്മൾ അതിലൊരു 40 ബീംസ് ചെയ്തുകൊണ്ട് ഹണികോംബൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഇതിന്റെ സ്ട്രെങ്ത് ഒന്ന് കൂട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ സ്ട്രെങ്ത് ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ മാതിരി നമ്മള് ഈ റൂഫിലിടുന്ന ഒരു സാധനം നമ്മൾ വണ്ടി കയറ്റുക എന്നുള്ളൊരു അതെ പലരും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതെ വണ്ടി കയറ്റിയല്ല നോക്കണം. അതെ നോക്കാം. വെയിറ്റിന്റെ ഒരു കപ്പാസിറ്റി അറിയാൻ വേണ്ടി നമുക്ക് വണ്ടിയോ വെയിറ്റ് ഉള്ള ആള് കയറി നിൽക്കുക അങ്ങനെ എന്തും ചെയ്ത് നോക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരി ഇതിന്റെ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളത് ഉപയോഗിച്ച മെറ്റീരിയൽ അതേമാതിരി തന്നെ ഇതിന്റെ പിഗ്മെന്റ് ഇതിന്റെ ടോപ്പിൽ വരുന്ന പിഗ്മെന്റ് പല ക്വാളിറ്റി വരുന്നുണ്ട്. അതെ, അപ്പൊ അതിന്റെ ക്വാളിറ്റി പിഗ്മെന്റ് നല്ല പിഗ്മെന്റ് ആണോ എന്നുള്ളത് നോക്കുക. ഈ വക സംഗതികളൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഓടി ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ വന്നിരിക്കുന്നത് പിക്കാഡോ കുറാടെക്കിലാട്ടോ. ഇവിടെ ഇർഷാദ് ഉണ്ട്. ഇർഷാദിനോട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയണം. ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. റൂഫിങ്ങിന് ഉപയോഗിക്കുന്ന ഓടുകള്, ഷിംഗിൾസ്, സ്റ്റോൺ കോട്ടഡ്, ഈ 3 ഐറ്റംസ് ആണ് ഇപ്പൊ ഏറ്റവും മൂവിംഗ് ഉള്ളത് അല്ലേ? അതെല്ലാം നിങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലേ? എല്ലാ പ്രൊഡക്റ്റും എല്ലാം ഉണ്ട്. അതിന്റെ പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് എല്ലാ പ്രൊഡക്റ്റും ഡിസ്പ്ലേ ഉണ്ട്. ഇതില് നമ്മൾ കോഴിക്കോടാ വന്നിരിക്കുന്നത്. കേരളത്തിൽ എവിടെയും ഈ സാധനങ്ങൾ ഫിറ്റ് ചെയ്തും കൂടി കൊടുക്കൂലേ? കൊടുക്കും. പ്രൊഡക്റ്റ് കിട്ടിയാ പോരല്ലോ. നമുക്ക് അകത്ത് കുറെ ഡിസ്പ്ലേ ഉണ്ടല്ലോ. എല്ലാ ടൈപ്പും ടൈപ്പ് റൂഫിംഗും മേലെ ഉണ്ട്. ഓക്കെ, അതൊന്ന് കാണാം. ഓടുകളില്ലാത്ത വീടുകളില്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ വെറൈറ്റി ഓടുകൾ കൊടുക്കണം. പക്ഷെ നമ്മൾ പറയുന്നത് ചെറിയ വിലക്കും ഓടുകൾ കൊടുക്കാന്നുള്ളതാണ് അല്ലെ? ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റുമോ? 54 മുതലുണ്ടെന്ന് ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞു. ശരിയാണോ? 54 മുതൽ നമുക്ക് ഓടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? പണ്ട് കാലങ്ങളിൽ ഒരുപാട് തരം ഓടുകൾ ഉപയോഗിച്ചിരുന്നു. അന്നൊന്നും ഇത്ര വിലയില്ല. പിന്നെ അത് സെറാമിക് ഓടിന് ഭയങ്കര വിലയാണെന്നുള്ള ഒരു ഭീതി ജനങ്ങൾക്ക് വന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെറിയ വിലക്കും കൊടുക്കാം അല്ലെ? പിക്കാഡോയുടെ വെറൈറ്റി ഓടുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലെ? ഫ്ലാറ്റ് ഓടിനെ കുറിച്ച് ഇപ്പൊ ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഓട് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലും ആ ഒരു വേവ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അതില്ല. വേവ് നമ്മൾ മുമ്പ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അതേ ഒരു ഇതാണല്ലോ. അതിന്റെ ഒരു
പഴയ ഒരു രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു പുതിയ ട്രെൻഡിലേക്ക് വന്നതാണ് ഈ ഫ്ലാറ്റ് ഓട്. അതാണ് ഈ കാണുന്നത്. ഇപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ ശരിക്കും ഈ വേവുകൾ മുമ്പ് ഉണ്ടായിരുന്നത് വെള്ളത്തിന് സുഗമമായി പോകാനുള്ള ഒരു വേ ആണ്. ഇതിനകത്ത് പിന്നെ എങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം? ഇത് ലോക്കിംഗ് ആണ്. ഇതും വെള്ളം ഒഴുകി പോയിക്കോളും, കുഴപ്പമൊന്നുമില്ല. വെള്ളത്തിന് വേറെ ഓപ്ഷൻ ഇല്ല, വെള്ളം ഫ്ലാറ്റ് ആയിട്ട് പറന്നൊഴുകി പോയിക്കോളും. ഓക്കെ. അതുപോലെ ഇതിന്റെ കണക്ഷന് മുമ്പ് ഒറ്റപ്പാത്തി ഇരട്ടപ്പാത്തി എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. നമ്മളത് പിക്കാഡോയിലൊക്കെ വരുന്നത് പിന്നെ നല്ല ലോക്കിംഗ് പിന്നെ ഇന്റർലോക്ക് ആയിട്ട് കയറി നിൽക്കും. നെയിലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായി, നെയിലൂടെ വെച്ച് കഴിഞ്ഞാൽ അത് ഫിറ്റ് ആയി. ഓക്കെ. ആ രീതി. ഇത് എത്ര കളറിൽ വരുന്നുണ്ട് ഈ ഫ്ലാറ്റോട്? പിക്കാഡോ ബ്രാൻഡിൽ ഇപ്പൊ നമുക്ക് 4 കളർ വരുന്നുണ്ട്. 4 കളർ ഫ്ലാറ്റ് അല്ലേ? അത് ബ്ലൂ വരുന്നുണ്ട്, പിന്നെ സ്റ്റീൽ ഗ്രേ, കോഫി ബ്രൗൺ, പിന്നെ റെഡ് ഡോട്ട് എന്ന് പറഞ്ഞ ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടതാട്ടോ. ഇതാണ് ഒരു ഫാസ്റ്റ് മൂവിങ് കളറാണ്. റെഡ് ഡോട്ട് എന്നൊക്കെ പറയും. റെഡ് ഡോട്ട്. ഓക്കെ. പിക്കാഡോയിൽ വരുമ്പോ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് ഇതിന് വരുന്നത്? പിക്കാഡോ ഒരു പ്രീമിയം പ്രീമിയം സെഗ്മെന്റ് ആണ്. അപ്പൊ എന്താ വെച്ചാൽ അതിൽ പിക്കാഡോയിൽ യൂസ് ചെയ്തിരിക്കുന്ന പിഗ്മെന്റ് മേലുള്ള ഈ കോട്ടിങ്, ഇതിനാണ് പിഗ്മെന്റ് എന്ന് പറയാം. ഈ പിഗ്മെന്റ് ആണെങ്കിലും അതിന്റെ ക്ലേ ആണെങ്കിലും ഇത് പ്യുവർ വൈറ്റ് ക്ലേ ആണ്. നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിന്റെ ക്ലേ വൈറ്റ് ക്ലേ ആണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് പ്രൈസ് കുറച്ച് കൂടുതലാണ്. അതെ, ഒരു 100 റുപ്പീസ് അറൗണ്ട് വരുന്നുണ്ട്. 100 റുപ്പീസ് പിക്കാഡോയിൽ അല്ലേ? നമുക്ക് ഇതില് കുറഞ്ഞ വേറെ ബ്രാൻഡുകൾ ഉണ്ട്. കുറഞ്ഞ ബ്രാൻഡുകളുണ്ട്. റൂഫ് ട്രീ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ പിക്കാഡോയില് നമ്മളിപ്പോ ഫ്ലാറ്റ് കണ്ടു, അതുപോലെ പിന്നെ വരുന്നത് പോർട്ടോ. അതൊരു ഫാസ്റ്റ് മൂവിംഗ് മോഡലാണ് പോർട്ടോ. ഓക്കെ. ഈ സിമ്പിൾ ആയിട്ടുള്ള ഒരു കർവ്, സിംഗിൾ കർവ്. അതെ, സിംഗിൾ കർവ് ആണ്. പിന്നെ ഇത് സൈസ് വലിയ സൈസും കിട്ടും, ഒരു സ്ക്വയർ ഫീറ്റ് കിട്ടും വിരിച്ചാല്. ഇതൊരു സ്ക്വയർ ഫീറ്റ് ഉണ്ടാവില്ല. അത് സ്ക്വയർ ഫീറ്റിന് കുറച്ച് കുറവായിരിക്കും കേട്ടോ. നമ്മള് ഓടിന്റെ റേറ്റ് പറയുമ്പോ പെർ പീസുകളാണ് റേറ്റ് പറയുന്നത്. പെർ പീസിലാണ് പറയാറ്. അതെ, വലിയ ഓടൊക്കെ ഇറങ്ങുന്ന കാലാണ്, റേറ്റ് കൂടും. ഓക്കെ. പിക്കാഡോയില് 2 രീതിയിലുള്ള മോഡൽ അപ്പൊ നമ്മൾ കണ്ടത് അല്ലേ? 2 മോഡലാണ് പിക്കാഡോയില്. പിക്കാഡോയില് പിന്നെ നമുക്ക് വരുന്നത് കോമൺ ആയിട്ട് കാണുന്ന നമ്മളെ മോഡലുകൾ ഉണ്ടല്ലോ, എൽബാനോ. ഈ സ്റ്റൈല് പണ്ട് കണ്ട് ശീലിച്ച. അതെ, ഇതാണ് ഞാൻ ഓട് പറയുമ്പോ നമ്മളെ മനസ്സിൽ ഇതാണ് വരിക. ഓക്കെ. ഇപ്പോ പണ്ട് ഉണ്ടായിരുന്ന നാടനോട് മാറി ഈ ഒരു ഓടിലേക്ക് വന്നു, അതിലും തന്നെ വെറൈറ്റികൾ വന്നുണ്ട്. ഇത് എത്ര കളറിൽ വരുന്നുണ്ട്? പിക്കാഡോ നമുക്ക് 6 കളർ അവൈലബിൾ ആണ്. 6 കളറിൽ. പിക്കാഡോയില് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ബാക്കി ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പിക്കാഡോന്റെ ഇത് പ്യുവർ വൈറ്റ് ക്ലേ ആയിരിക്കും. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം വൈറ്റ് ക്ലേ ആകുന്ന സമയത്ത് ചൂട് കുറച്ചുകൂടെ കുറയും. അതുപോലെ ഇവിടെ റിബ്. അതെ, സ്ട്രോങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് സ്ട്രെങ്ത് ബീം നമ്മൾ 14 ബീം കൊടുത്തിട്ടുണ്ട് സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട്. അപ്പൊ മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അതിനൊരു സ്ട്രെങ്ത് കൂടും. അതെ. പിന്നെ ക്ലേ എന്ന് പറഞ്ഞാല് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ്. അതെ, ഇമ്പോർട്ടഡ് ആണ്. പിന്നെ സ്ട്രോങ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്ക് പണ്ടത്തെ ആൾക്കാരെ ഇങ്ങനെ മേടിയിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട് അവർക്ക്, ഒരു ഡെപ്ത് കിട്ടാനല്ലേ, ആ സൗണ്ടിലാണ് അതിന്റെ വേവ് മനസ്സിലാവും, എത്രത്തോളം ഇത് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. നമ്മൾ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ സാധാ ഓടുണ്ടല്ലോ, സാധാ ഓട് നമ്മളെ ക്ലേ ഓട്, കോമൺവെൽത്ത് ഒക്കെ വരുന്ന ഓടുകള് അവരതിന്റെ ക്വാളിറ്റി നോക്കുക ഈ രീതിയിൽ എങ്ങനെ ചെക്ക് ചെയ്യും. അതേമാതിരി ക്രാക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇത് 1, 2, 3, 4, 5, 6 എന്നും പറഞ്ഞിട്ട് ഒരേ പ്രൊഡക്ഷനിൽ വരുന്ന സാധനമാണ്. പല ഗ്രേഡ് ആക്കി തട്ടി വെച്ചിട്ടാണ് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഓടിന് പകരം ഷിംഗിൾസുകളും സ്റ്റോൺ കോട്ടോടൊക്കെ ഇറങ്ങി അല്ലെ? ഈ കാണുന്ന ഓട് ശരിക്കും എനിക്ക് തോന്നുന്നത് വിരിച്ചു കഴിഞ്ഞാൽ ഒരു ഷിംഗിൾസ് ഫീല് കിട്ടും. ഫ്ലാറ്റോട് വിരിച്ചു കഴിഞ്ഞാൽ ഒരു ഷിംഗിൾസ് വിരിച്ച മാതിരിയുള്ള ഒരു ഫീല് കിട്ടും. ഓക്കെ. ഓടുകൾ പല ബ്രാൻഡുകൾ ഇന്ന് അവൈലബിൾ ആണ്, പല ഡിസൈന്. മുമ്പുണ്ടായിരുന്ന വേവ് നിന്ന് മാറി ഒരുപാട് ഡിസൈനിൽ വലിയ ഓടൊക്കെ വരാൻ തുടങ്ങി. ഇത് ഏത് ബ്രാൻഡിലാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇതിപ്പം വീനർ ബർഗർ എന്ന് പറഞ്ഞൊരു ജർമ്മൻ ബ്രാൻഡാണ്. റൂഫ് ടൈലിൽ തന്നെ ഒരു പൈനിയർ പ്രീമിയം ക്വാളിറ്റി ആണ്. അതെ, ക്ലേയില് അവര് എന്താ പറയാ വമ്പന്മാരാണ്. നമുക്ക് അറിയാലോ. മറ്റേ ഓക്കെ. അതിന്റെ വേവ് മോഡലും അവർ ഇറക്കിയിട്ടുണ്ട്. അതെ, ഇതില് പല മോഡൽസ് വരുന്നുണ്ട്. ഇതിന്റെ മോഡൽ വരുമ്പോ പ്രീമിയം ആണ്. അതിന്റെ റേഞ്ച് എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ റേറ്റ് 200 രൂപ മുതൽ മേലോട്ട് വരും. 200+ ആണ് വരുന്നത് പെർ പീസ്. പ്രീമിയം ലുക്ക് കിട്ടണമെങ്കിൽ പ്രീമിയം സാധനം ഉപയോഗിക്കാം. അതെ, ഇതിന്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്. ഓടുകളിലെ ഈ ഒരു വെറൈറ്റി ഓടുകളൊക്കെ അവിടെ ഉണ്ട് അല്ലേ? ഇത് ഫുൾ ഫ്ലാറ്റ് വരുന്ന ഒരു മോഡലാണ്. അതെ, ഇത് ഫുൾ ഫ്ലാറ്റിൽ നമ്മൾ അവിടെ കണ്ടത് ഫ്ലാറ്റ് ബെൻഡ് ആണ്. അതെ, അപ്പൊ അതിനേക്കാളും കുറച്ചുകൂടി കവറേജ് കിട്ടും. ഒരു സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. അത് ഒരു ഓട് വിരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഫീറ്റ് ആഫ്റ്റർ ലേയിങ് ഒരു സ്ക്വയർ ഫീറ്റ്. ലേയിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ലേയിങ് നമ്മളിപ്പോ
ഓട് പല സ്ഥലത്ത് കാണും, ഒന്ന് വാങ്ങി കൊണ്ടുപോകാനും പറ്റും. പക്ഷെ ഇത് ലേ ചെയ്യുന്ന ലേബേഴ്സിനെ തെരഞ്ഞാൽ കിട്ടൂല. ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മളെടുത്ത ആളുണ്ട്. ഓക്കെ, ഇവിടുന്ന് നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇത് ലേ ചെയ്ത് തരും. ആ ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലേബേഴ്സ് ഉണ്ട്, നമുക്കത് ചെയ്തു കൊടുക്കാം. ഇതൊരു വെറൈറ്റി ആണല്ലോ, യൂറോപ്പിൽ എത്തിയതുപോലെ. ഇതിന്റെ വെറൈറ്റി പറഞ്ഞാൽ വേറെ വേവ് ആണ്. ഇങ്ങോട്ട് വേവ്, ഇതിനെങ്ങോട്ട് കെർവ്, അതിലെ ആംഗിൾ, എന്തെല്ലാം ഡിസൈൻ ആണ്. ഇത് പുതിയതായിട്ട് വന്ന സ്പാനിഷിലൊരു മിക്സിംഗ് കളർ വരുന്നത്. ഓക്കെ, ഇത് ലേ ചെയ്യണമെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണോ? സ്ക്രൂ കൂടുതലില്ല, വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. നമുക്ക് വിരിക്കാം, വിരിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് വിരിക്കാം. പ്രീമിയം ലുക്കാണ്. ഒരു നമ്മളൊരു സ്പെയിനിൽ എത്തിയ ലുക്ക് കിട്ടും. സ്പാനിഷ് ഒരു യൂറോപ്യൻ ഇതാണ്. വിരിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മള് വിരിച്ച സ്ഥലത്തൊക്കെ നല്ല അഭിപ്രായമാണ് ഇതിന്. മാക്സിമം ഇതിന് കർവ് വരുന്നുണ്ട്. ഇത് എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? ഈ ഓട് നമ്മൾ 160 രൂപ അറൗണ്ട് വരുന്നുണ്ട് ഒരു പീസിന്. എന്നുവെച്ചാൽ പ്യുവർ ക്ലേ ആണ്, റെഡ് ക്ലേ ആണ്, പ്രീമിയം ക്ലേ ആണ്. ആൾറെഡി ഇപ്പൊ നിങ്ങൾ പല സൈറ്റിൽ വിരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഓടുകളെ കുറിച്ച് പറയുമ്പോ ഇപ്പൊ ഇന്ന് റെയിൽവേയിലൊക്കെ കുറെ ഓടുവൽക്കരണം എന്ന് പറഞ്ഞ രീതിയിൽ പല സ്ഥലങ്ങളിൽ റൂഫിംഗിൽ ഓടുകൾ കാണുന്നുണ്ട്. ഇതിൽ പിക്കാഡോ വല്ല സ്ഥലത്തും ചെയ്തോ എന്ന് ചോദിക്കാലോ അല്ലെ? നിങ്ങൾക്ക് ചോദിക്കുന്നില്ലേ? പിക്കാഡോ നമുക്ക് കുറെ സൈറ്റുകളുണ്ട്. നമ്മള് എണ്ണിയാൽ ഞങ്ങള് 14 വർഷത്തോളമായി ഈ ഫീൽഡിലുണ്ട്. പിക്കാഡോ ബ്രാൻഡ് വന്നിട്ട് ഏകദേശം 8 വർഷത്തോളമായി പിക്കാഡോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ പറയപ്പെടാവുന്ന കുറച്ച് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെയിൽവേ പ്രോജക്റ്റുകളിൽ ഇപ്പൊ നമ്മുടെ പിക്കാഡോ ബ്രാൻഡിന്റെ സ്പെക്ക് കുറെ കയറിയിട്ടുണ്ട്. ഇപ്പം കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വലിയ പ്രോജക്റ്റാണ്. ഒരു 10-13,000 സ്ക്വയർ ഫീറ്റ് ഓട് എന്റെ മെയിൻ റൂഫ് നമ്മളെ ടൈലാ കയറിയത്. അതേമാതിരി ഇപ്പൊ തിരൂര് റെയിൽവേ സ്റ്റേഷന്റെ ആ പാർക്കിംഗ് ഏരിയയിൽ ഒരു 2000 അറൗണ്ട് കയറിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ പിക്കാഡോയുടെ ടെറാക്കോട്ട റെഡ് എന്ന് പറഞ്ഞ കളറായി അങ്ങനെ അതൊക്കെ അതെ നമ്മുടെ ഒരു ബ്രാൻഡ് അവിടെ എത്തിയാലും നമുക്ക് തന്നെ ഒരു അഭിമാനം ഉണ്ട്. ഇതിൽ ശ്രദ്ധിക്കണ്ടേ, മുമ്പൊക്കെ ഷീറ്റുകൾ ഇട്ട് റെയിൽവേ അങ്ങ് പോല, ഇപ്പൊ അത് മാറി ഒന്നും കൂടെ ക്വാളിറ്റി കീപ്പ് ചെയ്യാം, ആൾക്കാർക്ക് ഒരു കംഫർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് പിക്കാഡോ കൂടെ ചൂസ് ചെയ്തു. റൂഫിംഗ് ടൈലിന്റെ ഒരു എക്സ്പീരിയൻസ് സെന്റർ ആണ് കുറാടെക്കിന്റെ ഈ ഒരു ഷോ. എക്സ്പീരിയൻസ് സെന്റർ എന്ന് പറയുമ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാം. പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്കൊന്നുകൂടെ ഹൈലൈറ്റ് ആയത് നിങ്ങൾ ഈ ലൊക്കേഷൻ കാലിക്കറ്റ് സെന്ററിൽ അല്ലെ, ഹൈവേയുടെ തൊട്ടടുത്ത്. നമുക്ക് തൊണ്ടയാടി എക്സിറ്റ് ഹൈലൈറ്റ് മാളിന്റെ സൈഡിൽ വരുമ്പോ നേരെ എക്സിറ്റ് ഇറങ്ങിയാൽ രണ്ടാമത്തെ ഷോപ്പ് കണ്ണങ്കണ്ടി കഴിഞ്ഞാൽ നമ്മൾ അതെ തൊണ്ടയാട് ജംഗ്ഷനിൽ തന്നെയാണ് അതുള്ളത്. അപ്പൊ ഡയറക്റ്റ് ആൾക്കാർക്ക് വരാനൊരു എളുപ്പമാണ്. റൂഫിംഗ് ഓരോന്ന് സെലക്ട് ചെയ്ത് നോക്കാനും കൈകൊണ്ട് പിടിക്കാനും ഇട്ട് നോക്കാനൊക്കെ. ഓക്കെ, അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഐഡിയ. നമ്മൾ റൂഫിംഗ് ടൈൽ എന്ന് പറഞ്ഞാൽ മുമ്പേ ഓടുകളുണ്ട്, ഇപ്പൊ ഷിംഗിൾസ് കയറി, അതേപോലെ തന്നെ നമ്മളെ സ്റ്റോൺ കോട്ടഡ് കയറി, അങ്ങനെ വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. എല്ലാത്തിന്റെ ഡിസ്പ്ലേകൾ അവിടെ ഉണ്ട് കേട്ടോ, സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ കാണുന്ന പ്രൊഡക്റ്റ് ഏതാ? ഇത് നമ്മള് സ്റ്റോൺ കോട്ടഡ് തന്നെയാണ് ഈ ഒരു കളർ വരുന്നത്. ഇത് നമ്മുടെ ഷെയ്ക്ക് എന്ന് പറഞ്ഞ മോഡലുള്ള ഒരു കളറാണ്, ബ്രൗൺ കളർ. ഓക്കെ, ഈ സ്റ്റോൺ കോട്ടറിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇറങ്ങി, അതിന്റെയൊക്കെ മോഡലുകൾ ഇവിടെ കാണാം. ഈ സ്റ്റോൺ കോട്ടറിൽ ഇതുപോലെ ഷിംഗിൾ സ്റ്റൈലിൽ വന്നതാണ് ആദ്യം ഇറങ്ങിയത്. പിന്നെ ഷെയ്ക്ക് വന്നു, ചെറിയ കെർവുകളൊക്കെ ആയിട്ടില്ല. അപ്പൊ ഷെയ്ക്ക് ഈ കാണുന്ന കെർവ് ചെറിയ കെർവുള്ള മോഡലാണ്. പല പല മോഡലില് ശരിക്ക് കുറെ മോഡൽ ഇറങ്ങി. അതെ, കുറെ മോഡൽ ഉണ്ട് സ്റ്റോൺ കോട്ടറിൽ. ഇപ്പം ഷിംഗിള്, പിന്നെ വേവ് ടൈപ്പിൽ വരുന്ന ഷെയ്ക്ക്, പിന്നെ തന്നെ കുറച്ചുകൂടി ഒരു വലിയ ഇതിൽ വരുന്നതാണ് ബോണ്ട്, പിന്നെ മിലാനോ, ക്ലാസിക്, കുറെ മോഡലുകളുണ്ട്. പക്ഷെ ഇവിടെ കുറച്ചുകൂടി നമ്മള് പോപ്പുലർ ആയത് സിംഗിൾ മോഡലാണ് കുറച്ചുകൂടി നമുക്ക് ഇവിടെ ഒരു പോപ്പുലർ ആയിട്ട് കാണുന്നത്. അതിന്റെ മിക്സ് കളറിൽ വരും. നമ്മൾ ഷിംഗിൾസിന്റെ ഒക്കെ ഒരു പ്രതീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതെ, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി 2 പീസുകൾ എടുത്തിരിക്കുകയാണ്. ഇതാണ് ശരിക്കും ഈ ഒരു വേവ് വരുന്നത്. അതെ, ഇത് ഷെയ്ക്കിന്റെ ഒരു പീസാണ്. അതേപോലെ ഇതാണ് നമ്മളെ സാധാ ഷിംഗിൾസ്. പണ്ട് കാലം മുതലേ ഇത് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ കുറെ അപ്ഡേഷൻ വന്നു. ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. കുറെ ലെയറുകൾ വന്നു. ഇതിൽ വരുന്ന ഒരു സിസ്റ്റം ആണ് ഉണ്ടായിരുന്നത്. കുറെ വ്യത്യാസം വന്നു, അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. സൗണ്ട് ഇല്ലേ, സാധാരണ ഷീറ്റിനേക്കാൾ സൗണ്ട് മാറ്റം ഉണ്ടാവും ഇതിനകത്ത്, കുറയും. അതുപോലെ എത്ര ലെയർ അപ്പൊ വരുന്നത് ഇതിനകത്ത്? കുറെ ലെയറുകളൊക്കെ വന്നിട്ടായിരുന്നു ഇറങ്ങിയിരുന്ന കേട്ടോ. അത് കട്ട് ചെയ്ത പീസ് ഞാൻ എടുത്ത് കാണിക്കുന്നത് ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി. ഇതിലിപ്പോ നമ്മുടെ ഇതിലൊരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് നിങ്ങൾ ബാക്ക് സൈഡ് നോക്കിയാൽ ഓക്കെ, ഇതിലൂടെ നമ്മൾ PVDF കോട്ടിങ് വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതായത് ഈ കോട്ടിംഗ് ആണത്, പോളി വിനലൈറ്റ് ഫ്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോട്ടിംഗ്, PVDF. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ്. അതെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ്. ഈ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് എന്താ ഗുണം എന്ന് ആൾക്കാർ ചോദിച്ചു. ഇത് നമ്മൾ എന്താ പറയാ, കൊറോഷൻ, ഉറുമ്പ് പിടിക്കുന്നതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്, PVDF കോട്ടിംഗ്. അപ്പൊ PVDF ഉള്ളത് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക. PVDF ആണ് ഏറ്റവും പ്രീമിയം കോട്ടിംഗിൽ. ഇത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇതിനകത്തൊക്കെ ഉണ്ടാവും. അതെ.
ഇതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ ഇതിന് PVDF കോട്ടിംഗ് എന്ന് പറഞ്ഞ ബാക്ക് സൈഡ് ഇതൊരു ഐവറി കളറാണ്. അതെ, കോമൺലി നമ്മൾ മാർക്കറ്റിൽ കാണുന്നത് ഒരു വൈറ്റ് കളർ ആയിരിക്കും ബാക്ക് സൈഡ്. അതെ അതെ, അതിൽ PE കോട്ടിംഗ് വരുന്നുണ്ട്. പിന്നെ ഈ ടൈപ്പ് ഉണ്ട്, ഇതൊക്കെ നമ്മളിത് തീരെ കോട്ടിംഗ് ഇല്ലാത്ത ഐറ്റാണ്. സ്റ്റോൺ കോട്ടഡ് ഒരുപാട് മോഡൽ നമ്മൾ പരിചയപ്പെടുത്തി. നമ്മളെ വ്യൂവേഴ്സിനെ സെലക്ട് ചെയ്ത് ഇവിടേക്ക് വലിച്ചു കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ ചെറിയ വിലക്ക് ഓരോ പ്രൊഡക്റ്റ് നമുക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോൺ കോട്ടഡ് നമുക്കിപ്പോ നമ്മളെ വ്യൂവേഴ്സിന് അത്യാവശ്യം ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഒരു വീട്ടിന് ചെയ്യാനുണ്ടെങ്കിൽ വില കുറച്ച് കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കസ്റ്റമറായിട്ട് ഇരിക്കും. കസ്റ്റമറോട് ഇതിന്റെ സ്പെക്ക് എന്ന് പറഞ്ഞാൽ, ഇതിന്റെ സ്പെക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിന്റെ തിക്നെസ് ആണ്, പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന അലൂസിങ്കിന്റെ കണ്ടന്റ്, ആസെറ്റ് നമുക്കൊരു 60, 70, 80 പിന്നെ ആ ലെവലിൽ വരുന്നുണ്ട്. 100, 120. ഇപ്പൊ നോർമലി നമ്മളൊരു 150 ആസെറ്റ് ഉള്ളതാണ് യൂസ് ചെയ്യാറ്. അപ്പൊ അതാകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രൈസ് വരുന്നത് ഒരു 125 അറൗണ്ട് വരും പെർ സ്ക്വയർ ഫീറ്റിന്. പിന്നെ നിങ്ങളിപ്പോ ചോദിച്ച മാതിരി നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും. കസ്റ്റമറുമായിട്ട് ഇരുന്നിട്ട് അതിന്റെ സ്പെക്ക് അവര് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വരുന്ന കണ്ടെയ്നറിൽ ഒരു 10,000 സ്ക്വയർ ഫീറ്റ് മിനിമം ഓർഡർ തരികയാണെങ്കിൽ നമുക്ക് വരുന്ന കൺസ്യൂമെന്റിൽ ഇട്ടിട്ട് ഒരു 30-40 ദിവസം സമയം വേണം. നമുക്കൊരു 80 റുപ്പീസ് സ്ക്വയർ ഫീറ്റിന് വരെ സാധനം കൊടുക്കാൻ പറ്റും. പക്ഷെ അതിന്റെ റേറ്റ് കുറവായിരിക്കും, പക്ഷെ ക്വാളിറ്റിന്റെ കാര്യത്തിലാണ് പ്രശ്നം. അതെ, റേറ്റ് കുറയുന്നതനുസരിച്ച് ക്വാളിറ്റി കുറയും, അലൂസിങ്ക് കുറയും, അതിന്റെ തിക്നെസ് കുറയും. PDF ഉണ്ടാവില്ല, ഒരു കോട്ടിംഗ് ഉണ്ടാവില്ല. ഈ ടൈപ്പിലാണ് വരിക. ഈ ഒരു ക്രിസ്റ്റൽ ടൈപ്പിൽ വരും, ഈ കളറിൽ വരും. പിന്നെ റേറ്റ് കുറയുന്നതനുസരിച്ച് നമുക്ക് ബാക്ക് സൈഡിൽ ഒരു ഗ്രീനിഷ് കളർ ആയിരിക്കും വരിക. ഇതിന്റെ ബാക്ക് സർഫേസിൽ ഒരു ഗ്രീൻ കളർ ആയിരിക്കും വരിക. റേറ്റ് കുറയുന്നതനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, എല്ലാ ഇതിലും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യം അങ്ങനെ ഉണ്ടെങ്കിൽ അതും ഇവിടെ റെഡി ആണ്. നിങ്ങൾക്ക് 80 രൂപക്കും സ്റ്റോൺ കോട്ടഡ് വരെ ചെയ്ത് തരും, കൊടുക്കാൻ പറ്റും. ഈ ഒരു ഷോറൂമിൽ ഒരുപാട് ഡിസ്പ്ലേ ഉണ്ട്, ഷിംഗിൾസ് ഒക്കെ ഒരുപാട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, പല കളറിൽ വരുന്നുണ്ട്. ഷിംഗിൾസ് നമുക്ക് കുറെ കളേഴ്സ് വരുന്നുണ്ട്, 8-9 കളറിൽ അവൈലബിൾ ആണ്. ഇനി റൂഫിംഗ് ടൈലുകളാണെങ്കിലും വേറെ മോഡലുകൾ അങ്ങനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത എല്ലാ മോഡലും എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഫ്രീ ആണ്, ഓരോ പ്രൊഡക്റ്റും കണ്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാം. അതെ, നമ്മുടെ അടുത്ത് തന്നെ സ്റ്റോക്കും ഉണ്ട്. അതെ, സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെയ്തോ കുറെ സൈറ്റിൽ ഇഷ്ടംമാതിരി. നമ്മള് ഏകദേശം ഒരു 14 വർഷത്തോളായിട്ട് ഈ ഫീൽഡിലുണ്ട്, കുറെ വർക്കുകൾ സിംഗിൾസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ വ്യൂവേഴ്സിന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു സൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ ചെയ്യട്ടെ. നമ്മൾ ഈ വീട് മൊത്തമായിട്ട് ചുറ്റിക്കൊണ്ട്, എക്സ്പെഷ്യലി റൂഫിങ്ങിൽ സാധാരണ എല്ലാവരും അങ്ങനെ വിസിറ്റേഴ്സ് വരില്ല, പക്ഷെ നമ്മൾ റൂഫ് കാണാനാണ് വന്നത്. കാരണം അതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ആ കർവിലാണ് അതിൽ ഏറ്റവും മാച്ച് ചെയ്യുന്ന രീതിയിൽ ഷിംഗിൾസ് സെലക്ട് ചെയ്തത് അല്ലേ? അത് ഒരു ഇൻപുട്ട് കൂടി ഉണ്ട് പിക്കാഡോണ്ട് ആക്ച്വലി. കാരണം എല്ലാവരും ആ ഒരു എഡ്ജ് എന്നാണ് സാധാരണ ചെയ്യുക. നമ്മളത് പുറത്തുനിന്നുള്ള വിസിബിലിറ്റിനെ കുറവായതുകൊണ്ട് അവർ കുറച്ചൊരു ഇഞ്ച് പുറത്തേക്ക് ഇട്ടിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഒന്ന് വെള്ളം ഡ്രിപ്പ് ചെയ്യുന്നത് കുറയും. ഇപ്പൊ സാധാരണ എല്ലാ വീടിന്റെ ഈ എഡ്ജില് വെള്ളം ഇങ്ങനെ ഇട്ടിട്ടുള്ള പാട് കാണാം, അതില്ല. പിന്നെ വർക്ക് വളരെ പ്രൊഫഷണൽ ആയിരുന്നു. നമുക്ക് ലാസ്റ്റിലേക്ക് വീട് പണി തീരുന്ന സമയത്ത് പെട്ടെന്ന് തീർക്കേണ്ട റിക്വയർമെന്റ് കൂടി ഉണ്ട്. അതൊക്കെ അവർ വളരെ പ്രൊഫഷണൽ ആയിട്ട് അവരുടെ ടീം വന്ന് വാഷ് ചെയ്ത് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയിലാണ് ചെയ്തത്. ഇത് ശരിക്കും ഈ റൂഫിംഗ് എന്ന് പറഞ്ഞാലേ ആരും പുറത്തുനിന്ന് കാണാത്തൊരു ഭാഗമാണ്, ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു എന്നാണ് പലരും പറയാറുള്ളത്. പക്ഷെ പെർഫെക്ഷൻ ഉണ്ട്. മാത്രമല്ല പുറത്തേക്ക് കുറച്ചിട്ട് ചെയ്തോണ്ടും പുറത്തുനിന്ന് കാണുമ്പോൾ ഒക്കെ ആ റൂഫിംഗിന്റെ ഒരു ഭംഗി കുറച്ചുകൂടി എലിവേറ്റ് ചെയ്യുന്നുണ്ട്. അതെ, ഇത് ശരിക്കും ഡ്രോൺ വിഷ്വലിലൊക്കെ അപാരമായ ഒരു ബ്യൂട്ടിയാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ ഈ ഒരു വീടിന്റെ മൊത്തം ഡിസൈൻ വർക്കിൽ റൂഫിംഗിന് പ്രാധാന്യമുണ്ട്. അവരുടെ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ സർവീസ് നല്ല സർവീസ്. ഫസ്റ്റ് ഓഫ് ഓൾ അവർ വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്ത് നമുക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷനും തന്ന് അതിന്റെ വാഷിങ്ങും കാര്യങ്ങളും സ്ക്വയർ ഫീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടാണ് അവർ ചെയ്തത്. കമ്പാരിറ്റീവ്ലി മാർക്കറ്റിലുള്ള പ്രൈസിങ്ങും അവർ തന്നെ നല്ല ചെയ്ത് തന്നിട്ട് അവർ ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ വർക്കേഴ്സും വളരെ പ്രൊഫഷണൽ ആയിരുന്നു. പറഞ്ഞ ടൈം ഫ്രെയിമിൽ തന്നെ അവർ തീർത്തു തന്നു, പിന്നെ വൃത്തി തന്നെ ചെയ്തു. അവർ ഈ സൈറ്റ് വിസിറ്റ് ചെയ്ത് ഇതിന് മാച്ച് ചെയ്യുന്ന ഒരു ഡിസൈൻ സെലക്ട് ചെയ്തായിരിക്കും അല്ലേ? അതെ, അവർ തന്നെയാണ് നമ്മൾ ഈ കളർ ടോണും എല്ലാ കാര്യങ്ങളും സജഷൻസ് തന്ന് അത് നമ്മൾ ചൂസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാം. നമ്മള് കോഴിക്കോട് അവരുടെ ഓഫീസിൽ പോയി അവരെ എല്ലാ എന്താ പറയാ, ഇതിന്റെ പല ടൈപ്പ് ഉണ്ടല്ലോ, പല കമ്പനീസ് ഉണ്ട്, പല വാറന്റി ടൈപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ മനസ്സിലാക്കിയിട്ട് ചൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പൊ ഞാൻ ശരിക്കും വന്നത് ഇവർ പറഞ്ഞു ഇവിടെ നല്ലൊരു വർക്ക് ഉണ്ട്, അതൊന്ന് കാണാന്ന് വിചാരിച്ചാണ്. അതിന്റെ ഡീറ്റെയിൽ കൂടെ കിട്ടിയതിൽ സന്തോഷം. താങ്ക് യു.